ബൈബിൾ ക്രൗൺ 2020 തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു. ബൈബിൾ ക്രൗൺ 2020 യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് സജി, റീന, സൂസൻ ആൻഡ് ജോയൻ. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ബൈബിൾ ക്രൗൺ 2020 പുതിയ എപ്പിസോഡിന് അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്ന എൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും അനേകായിരങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കതിനുവണ്ണം ഈ സംരംഭത്തെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു അവിടുത്തെ നാമം ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും മുഖാന്തരമായിട്ട് ഇതിനെ തീർക്കണമേ. ദൈവവചനത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാൻ, അവിടുത്തെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാൻ കർത്താവെ ഈ സംരംഭത്തെ അങ്ങ് സഹായിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴിലും ഏഴ് അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മപ്പാൻ സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടുമുള്ള വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ബൈബിൾ ക്രൗൺ 2020 ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് 6 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബൈബിൾ രക്തം പ്രശ്നോത്തരിയുടെ തുടർച്ചയായിട്ടാണ്. 1985 മാർച്ച് 29 രൂപം കൊണ്ട വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. സൗഖ്യദായക ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയിട്ടുള്ള കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ലോകത്ത് പ്രശോഭിക്കുവാനുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിനെ ദൈവം രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യവും തിരുവചനത്തെക്കുറിച്ചുള്ള പ്രാധാന്യവും പ്രസക്തിയും എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതൊരു വലിയ പരിശ്രമമാണ്. എന്തെന്നാൽ ഈ കാലഘട്ടത്തിൽ അനേകർക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ദൈവവചനത്തിന് അതിൻ്റേതായ പ്രാധാന്യം നൽകി, മുൻഗണന നൽകി തലമുറകളെ അതിലേക്ക് അഭ്യസിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നില്ല. ഇന്നത്തെ ഇളം തലമുറയ്ക്കൊന്നും ബൈബിൾ പാരായണത്തിൽ, ബൈബിൾ വായനയിൽ അല്ലെങ്കിൽ അതിൻ്റെ പഠനത്തിലൊന്നും അതിയായ താല്പര്യമില്ല. കാരണം മറ്റ് അനേക ആധുനിക സങ്കേതങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയാണ്. ആ പശ്ചാത്തലത്തിൽ ദൈവവചനം തലമുറകളിലേക്ക് കൈമാറുവാനും നമ്മുടെ ഇളം തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അതിലേക്ക് ആകർഷിക്കുവാനും തക്കതിനാണ് ഇതുപോലെയുള്ള മത്സരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ എല്ലാ ആഴ്ചയും നടത്തപ്പെടുന്ന ബൈബിൾ പ്രശ്നോത്തരിയാണ് വചന സമീക്ഷ എന്ന് പറയുന്നത്. അത് മറ്റൊരു രീതിയിൽ. അപ്പോൾ ഈ വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ദൈവവചനം ഏറ്റവും ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും എല്ലാവരെ ആകർഷിക്കുന്ന രീതിയിലും രൂപപ്പെടുത്തുവാൻ തക്കതിനുവണ്ണം
ആണ് തിരുവചനത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മലയാള ഭാഷയിലെ 10ാമത്തെ ആ പരിഭാഷയായ വിശുദ്ധ സത്യവേദ പുസ്തകം. ഈ പുസ്തകം അത് ആധുനിക മലയാള പരിഭാഷയാണ്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ കഴിയും. ഇതൊരു ആധുനിക മലയാള ഭാഷ ആയിരിക്കുമ്പോൾ തന്നെ അനേകമായ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വലിയ വായനാക്രമം കൂടിയാണ്. അനേകമായ കാര്യങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഏറ്റവും വലിയ സഹായിയാണ് വിശുദ്ധ സത്യവേദ പുസ്തകം. കാരണം അനേകമായ 100 വിഷയങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ആധികാരികമായ തിരിച്ചറിവുകൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ദൈവവചനം ലളിതമായും സരളമായും സുഗമമായും വായിക്കുവാൻ, ആധുനിക മലയാള ഭാഷയിൽ വായിക്കുവാൻ, അർത്ഥച്ചോർച്ചയില്ലാതെ വള്ളിക്കും മുള്ളിക്കും വ്യത്യാസമില്ലാതെ ഉള്ള പരിഭാഷയാണ് ബലഹീനായ ഞാൻ വിശുദ്ധ സത്യവേദ പുസ്തകത്തിലൂടെ നൽകിയിരിക്കുന്നത്. അനേക പ്രത്യേകതകൾ ഇതിനുണ്ട്. ആത്മീയ ദർശനം, വായിച്ചു പോകുന്ന അധ്യായങ്ങളെക്കുറിച്ച് ഒരു പഠനം, ഒരു ധ്യാനം, ഒരു പ്രസംഗം, ഒരു ചിന്ത, ഇവയൊക്കെ ഇത് പ്രദാനം ചെയ്യുന്നു. 5 or 6 അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സത്ത എന്താണെന്ന് ആത്മീയ ദർശനം വെളിപ്പെടുത്തും. നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഭാരങ്ങളും പ്രയാസങ്ങളുമായി നാം തിരുവചനം തുറക്കുമ്പോൾ വാക്യങ്ങൾ മാത്രമല്ല, അതിൽ അന്തർലീനമായിരിക്കുന്ന ആന്തരികമായ മർമ്മങ്ങൾ നമുക്ക് ആശ്വാസം പകരുവാനും പ്രത്യാശയോടെ മുന്നേറുവാനും തക്കതിനൊന്നും ക്രമീകരിച്ചിരിക്കുന്ന സവിശേഷതയാണ് ആത്മീയ ദർശനം. കൂടാതെ മറ്റ് അനേക സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തിരുവചനത്തിൻ്റെ പൊരുളുകളൊക്കെയും മനസ്സിലാക്കുവാൻ തക്കതിനുവണ്ണം വിജ്ഞാനവീതി. സാധാരണഗതിയിൽ നാം അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് വെളിച്ചം വീശുന്ന സവിശേഷതയാണ് വിജ്ഞാനവീതി. ഒരു ബൈബിൾ മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ, ചില പൊരുളുകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ബന്ധപ്പാടുണ്ട്. അങ്ങനെയുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒറ്റ നോട്ടത്തിൽ ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന സവിശേഷതയാണ് ഒറ്റ നോട്ടത്തിൽ. താരതമ്യ പഠനങ്ങളുണ്ട്. കൂടാതെ ബൈബിളിലെ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിളംബരം ചെയ്യുന്ന വർണ്ണമനോഹരമായ 16 പേജിലെ ചിത്രങ്ങളുണ്ട്. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അടയാളങ്ങളായി ഇന്നും അവശേഷിക്കുന്ന പ്രദേശങ്ങൾ, അവശേഷിക്കുന്ന ഓരോരോ കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ചിത്രങ്ങൾ തുടങ്ങി 16 കളർ പേജുകളിലൂടെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയും യാഥാർത്ഥ്യമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനും നമുക്ക് തന്നെ മനസ്സിലാക്കുവാനുമുള്ളൊരു ക്രമീകരണമാണ് അവിടെയുള്ളത്. കർത്താവ് 40 രാവും 40 പോലെ ഉപവസിച്ച വാറണ്ടൽ മലനിരകളുടെ പടങ്ങൾ അവിടെയുണ്ട്. ഞാനും എൻ്റെ സഹധർമ്മിണി രാജിയുമായിട്ട് അവിടെ പോയി എടുത്ത ചിത്രങ്ങളാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്ന് നമ്മൾ പറയുമ്പോൾ വിശുദ്ധ സത്യവേദ പുസ്തകത്തെ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ലളിതമായിട്ട് ജനപദങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായ ശുശ്രൂഷയാണ് വേർഡ് വേൾഡ് മിനിസ്ട്രീസ് ചെയ്യുന്നത്. ഭാരതത്തിലെ ഒരു ബൈബിളിലും ഇല്ലാത്ത ഏറ്റവും വലിയ സവിശേഷതയാണ്. ഞൊടിയിടയ്ക്കുള്ളിൽ ഏത് വിഷയത്തെക്കുറിച്ചും ഉടനടി കണ്ടുപിടിക്കാവുന്ന പ്രത്യേകമായിട്ടുള്ള സൂചിക. ആ സൂചികയിൽ നോക്കിയാൽ ഏത് വിഷയം ഉടനടി കണ്ടുപിടിക്കുവാൻ കഴിയും. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് ഇപ്രകാരം വചനത്തിൻ്റെ പ്രചരണത്തിനും പ്രചാരണത്തിനുമായി പ്രവർത്തിക്കുന്ന ഈ ശുശ്രൂഷയുടേതായിട്ടുള്ള ദർശനത്തിലാണ് ഇപ്രകാരമുള്ള ഒരു ബൈബിൾ പ്രശ്നോത്തരി നടത്തുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അനേകായിരങ്ങൾക്ക്
ദൈവവചനത്തിലേക്ക് തിരിയുവാനും ദൈവവചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും ജീവിത അനുഭവമാക്കുവാനും തക്കതിനുവണ്ണം ഈ സംരംഭം ഉതകട്ടെ, ദൈവവചനം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാം. ആദ്യമായി സ്കോർ കീപ്പേഴ്സായിട്ട് ഇവിടെയുള്ളത് മിസ്സസ് രാജീവ് വർഗീസും മിസ്സസ് ലീന തോമസുമാണ്. മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ സഹധർമ്മിണിയാണ്. ഈ ആത്മീയ യാത്രയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയാണ്. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വൈസ് ചെയർമാനും മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൻ്റെ കോ ഫൗണ്ടറുമാണ്. എൻ്റെ എല്ലാ ആത്മീയ സംരംഭങ്ങളിലും എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട രാജിയെ ഈ വേദിയിലേക്ക് ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് മിസ്സസ് ലീന തോമസ് ആണ്. എന്നോടൊപ്പം 1985 ഈ ശുശ്രൂഷ ആരംഭിക്കുവാൻ, വേൾഡ് ടു വേൾഡ് മിനിസ്ട്രീസ് ആരംഭിക്കുവാൻ തക്കതിനുവണ്ണം കടന്നു വന്ന 3 കുടുംബങ്ങളിൽ ഒരു കുടുംബമായ ശ്രീ തോമസ് വർഗീസിൻ്റെയും പരേതയായ മിസ്സസ് മേഴ്സി തോമസിൻ്റെയും മകളാണ്. കഴിഞ്ഞ 34 വർഷമായിട്ട് ശുശ്രൂഷ വളർന്ന് ഇതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും സകുടുംബം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ലീനയെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് വളരെ ബന്ധപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ശാലിനി എസ്, റോമി ജോൺ, റിനിജ ജയസാം, നിങ്ങളെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. ശാലിനി എന്ത് ചെയ്യുന്നു? ഞാൻ സിയോൺ സംഘം ബൈബിൾ കോളേജിലെ ഒരു മെമ്പറാണ്. സിയോൺ കോളേജിലെ ബൈബിൾ സംഘത്തിലെ മെമ്പറാണ്. ഫാക്കൽറ്റി മെമ്പറാണ്? ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി, ബൈബിൾ സ്റ്റുഡൻറ്. അപ്പോൾ വളരെ വേഗം ആൻസറുകൾ നൽകുവാൻ കഴിയും. ഇപ്പൊ തുടങ്ങിയിട്ട് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, എന്നാലും ബൈബിൾ ദിവസവും വായിക്കുന്നുണ്ടല്ലോ. വായിക്കും. അതിനോടൊരു താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ബൈബിൾ കോളേജിൽ ചേരുകയില്ല. വേറെ ഒരുപാട് പല രീതിയിലുള്ള കോളേജുകൾ ചുറ്റുപാടുമുണ്ട്. തീർച്ചയായും ദൈവവചനത്തോടുള്ള ആ വലിയ ആകർഷണമാണല്ലോ അങ്ങോട്ട് അയച്ചത്, അല്ലേ? അതോ വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല. സോ വെരി ഗുഡ്, വെൽക്കം. യെസ്, റോമി ജോൺ, വാട്ട് ആർ യു ഡൂയിങ്? ഞാൻ +1 പഠിക്കുന്നു. വെരി ഗുഡ്. ബൈബിൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. എങ്ങനെയാണ് വായന? മാസത്തിലൊരിക്കലാണോ? പള്ളിയിൽ പോകുമ്പോഴാണോ? ദിവസവും ബൈബിൾ വായിക്കും. വളരെ നല്ല ഒരു കാര്യമാണ്. ദാറ്റ്സ് വെരി ഗുഡ്. തയ്യാറാണോ മത്സരത്തിന്? തയ്യാറാണ്. നേരത്തെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? നേരത്തെ ചെറിയ ക്വിസ് മത്സരം. ഇതൊരു ചെറിയ ക്വിസ് മത്സരമാണെന്ന് തോന്നുന്നുണ്ടോ? വളരെ വലുതാണ്. കേരളത്തിലെ മലയാള മണ്ണിലെ ഏറ്റവും മികച്ച ബൈബിൾ ക്വിസ് മത്സരമാണ്. ഇത് ഞാൻ ഒരു വലിയ വലിപ്പമായിട്ട് പറയുന്നതല്ല. താങ്കൾ TV കാണുന്നതാണല്ലോ, മറ്റുള്ള ഇപ്പോഴുള്ള ശുശ്രൂഷകളൊക്കെ കാണുന്നുണ്ടല്ലോ. തോന്നുന്നുണ്ടോ ഇത് ഏറ്റവും മികച്ച ബൈബിൾ ക്വിസ് കോമ്പറ്റീഷൻ ആണ്? വെരി ഗുഡ്, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. യെസ് റിനിജ, അവസാന നിമിഷം വളരെ ബന്ധപ്പെട്ട് കടന്നു വന്നു. ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. യെസ്, പറയൂ. ഞാൻ B.Ed പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയം ഇംഗ്ലീഷാണ്. ടീച്ചർ ട്രെയിനിങ് പീരീഡിലാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. മേവലൂർ സഭാംഗമാണ്. ബൈബിൾ പഠിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. CSI മേവലൂർ. റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ. പഠിക്കുവാനും ബൈബിൾ പഠിക്കുവാനും അതോടൊപ്പം മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുമുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇതൊരു പഠന കളരിയാണ്. എന്നാൽ അതിലുപരിയായിട്ട് മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, ഇതൊരു സുവിശേഷ കളരി കൂടിയാണ്. കാരണം നമ്മൾ ഇവിടെ നടക്കുന്ന ഈ ബൈബിൾ ക്രൗൺ 2020 മത്സരങ്ങൾ അത് റെക്കോർഡ് ചെയ്യും. സംപ്രേഷണം ആരംഭിക്കുമ്പോൾ അത് തിരുവനന്തപുരം പട്ടണം മാത്രമല്ല, കേരളം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അനേക രാജ്യങ്ങളിലേക്ക് അത് സംപ്രേഷണം ചെയ്യും. അമേരിക്കയിൽ റോക്കു TV, അതുപോലെ യുപ് TV തുടങ്ങിയവയാണ് സംപ്രേഷണം ചെയ്യുന്നത്, യൂറോപ്പിൽ. അപ്പോൾ ആര് ഇതെവിടെ എങ്ങനെ എപ്പോൾ കാണുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല.
നമ്മെ അറിയാത്തവരും നമ്മെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ഒക്കെ ഈ ഷോയിലൂടെ നമ്മെ പരിചയപ്പെടുന്നതിനേക്കാൾ ഉപരി അവർ ആരെയാണ് മനസ്സിലാക്കുന്നത്? ദൈവത്തെയാണ്. ഒരു സമ്മാനത്തുകയേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനുള്ള അഭിവാഞ്ചയോടുകൂടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇത് കഴിഞ്ഞാലും പ്രവർത്തിക്കുമോ? അതോ ഇതുപോലെയുള്ള ഷോകൾക്ക് മാത്രമേ പോവുകയുള്ളൂ? നാം എവിടെയായിരുന്നാലും ശാലിനിയെപ്പോലെ റിജയെപ്പോലെ ദൈവജനത്തെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും സർവോപരി ദൈവഭയത്തിലും ഭക്തിയിലും ജീവിക്കുവാനും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകുവാനും നിങ്ങളെ ഓരോരുത്തരെയും ഈ സംരംഭം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Bible Count 2020. ഇവിടെ സൺഡേ അയക്കുന്ന എല്ലാവരെക്കാളും പ്രായം കൂടുതൽ എനിക്കാണ്. എന്നാൽ ഇതുപോലൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയൊരു സംഗതിയാണ്. കേരളത്തിലുള്ള എല്ലാ തിയോളജിക്കൽ കോളേജും ലോകത്തെ പഠിക്കുകയും ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വന്ന് ഒരാഴ്ച താമസിക്കും. ഇത് കേരളത്തിനുള്ള വലിയൊരു സംഭാവന. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ലോകത്തെ മനസ്സിലാക്കുന്നത്. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. ഇത് ബൈബിൾ ക്രൗൺ 2020 പ്രാഥമിക ലെവലാണ്, ഏതൻ ലെവൽ. മനുഷ്യരാശിയുടെ ഉത്ഭവം എവിടെയാണ്? ഏതനാണ്. അപ്പോൾ ഇവിടെ ഈ പ്രശ്നോത്തരയുടെ ഉത്ഭവം ഏതനിലാണ്. നിങ്ങൾ ഏതൻ ലെവലിലാണ്. ഏതൻ സ്റ്റേജിൽ അനേക എപ്പിസോഡുകളുണ്ട്. ഓരോ എപ്പിസോഡിലും 3 മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിനും 4 റൗണ്ടുകളുണ്ട്. ഒന്നാമത്തേത് ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്, പഴയ നിയമത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. രണ്ടാമത്തേത് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്, പുതിയ നിയമത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. നാലാമത്തേത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ നൽകുന്ന മറുപടി, ശരിയായ മറുപടി ഓഫ് കോഴ്സ്. അവസാനമായി ബൈബിൾ ബമ്പർ റൗണ്ട്. അതിൽ ചോദ്യങ്ങൾ ഒരാളോട് ചോദിക്കുകയല്ല, പൊതു ചോദ്യങ്ങൾക്ക് ആദ്യമായിട്ട് ഉത്തരം നൽകുവാൻ തക്കവണ്ണം ബസർ അമർത്തുന്നവർക്ക് അവസരം നൽകുന്നു. അത് ബസർ റൗണ്ടാണ്. അവസാനമായി വേദവായന റൗണ്ട്, റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. അപ്പോൾ ഇങ്ങനെ മുഖ്യമായ 4 റൗണ്ടുകളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകെ മാർക്ക് 101, പക്ഷേ ചോദ്യങ്ങൾ ഉപചോദ്യങ്ങളുമായിട്ട് അത് വർദ്ധിപ്പിക്കുക. റൈറ്റ്? നിങ്ങൾ നൽകുന്ന മറുപടി തെറ്റാണെങ്കിൽ -1 മാർക്ക് ലഭിക്കും. ശരിയാണെങ്കിൽ അതിൻ്റെ മൂല്യം മുഴുവൻ ലഭിക്കും. ഒരു മത്സരാർത്ഥി തെറ്റായ ഉത്തരമാണ് നൽകുന്നതെങ്കിൽ അടുത്ത ആളിന് അവസരം ലഭിക്കും. അപ്പോൾ മൂല്യത്തിൽ നിന്ന് 1 മാർക്ക് കുറച്ചായിരിക്കും ശരിയായ ഉത്തരം നൽകിയാലും ലഭിക്കുക. അങ്ങനെ ആ സ്റ്റെപ്പിൽ പോകും. ബൈബിൾ ബമ്പർ റൗണ്ടിൽ, പ്രത്യേകിച്ച് ബസർ റൗണ്ടിൽ ഉത്തരം നൽകി തെറ്റായെങ്കിൽ -1.5 മാർക്ക്. 1 മാർക്ക് ഉത്തരം തെറ്റിച്ചതിനും, 1/2 മാർക്ക് മറ്റുള്ളവരുടെ ചാൻസ് നഷ്ടപ്പെടുത്തിയതിനും. കാരണം ബസർ അമർത്തുമ്പോൾ ഒരാൾക്ക് മാത്രമേ മറുപടി നൽകുവാൻ കഴിയുകയുള്ളൂ.
സോ ദാറ്റ് ഈസ് ഇൻ ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ബസ്സറമർത്തി ഒരു പരിചയം ആവശ്യമുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ബസ്സറമർത്തുക. ഓക്കെ, റൈറ്റ്. വെളിപാട് പുസ്തകം എത്രാമത്തെ പുസ്തകമാണ്? റിനിജയാണ് ബസ്സറമർത്തിയത്. മനസ്സിലായോ? എല്ലാവർക്കും അറിയാം അവസാനത്തെ പുസ്തകമാണ്. പക്ഷേ ബസ്സറമർത്താനായിട്ട് ശാലിനി ഇങ്ങനെ ആലോചിച്ച് നോക്കി കണ്ട് ബസ്സറ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റിനിജ ബസ്സറ അമർത്തിയെന്ന് മാത്രമേ മറുപടിയും കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? യെസ്. ഏതാണ് 4-ാമത്തെ സുവിശേഷം? ഇപ്പോൾ മനസ്സിലായി. ക്ലിക്ക് ചെയ്തു. ശാലിനി മനസ്സിലായല്ലോ? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓൺ വിച്ച് യു പ്രസ് ദ നോബ്. ഓൾറൈറ്റ്. സോ ഷാൽ വി ഗോ ടു ദ ഫസ്റ്റ് റൗണ്ട്? ആർ യു റെഡി? ഗുഡ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മനസ്സിലായല്ലോ? നേരത്തെയുള്ള എപ്പിസോഡുകാർ വല്ലതും ചോദിച്ചായിരുന്നോ? ചെറുതായിട്ട്. വെരി ഗുഡ്. ചോദ്യങ്ങൾ ചോദിച്ചില്ലല്ലോ. ആ ചോദ്യങ്ങൾ ഒരിക്കലും ആവർത്തിക്കുകയില്ല. സോ വി ആർ കോൺഫിഡൻറ്റ്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇറക്കി വിടുന്നത്. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പോയിട്ട് നേരെ റോഡിലോട്ട് വരും. റൈറ്റ്. വി ആർ റെഡി. ആർ യു റെഡി സ്കോർ കീപ്പേഴ്സ്? റൈറ്റ്. The first question goes to Shalini. ഈക്കാബോധ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? ഈക്കാബോധ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ്? അറിയാൻ വയ്യെങ്കിൽ പാസ് എന്ന് പറയാം. കരച്ചിലിൻ്റെ വൃക്ഷം. കരച്ചിലിൻ്റെ വൃക്ഷം. ഈക്കാബോധ്. നോ. മറുപടി തെറ്റാണ്. ഉത്തരം തെറ്റാണ്. -1 മാർക്ക്. യെസ് റോമി ജോൺ. പാസ്. What about റിനിജ? അറിയില്ല. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. താങ്കൾ എന്താ പറഞ്ഞ? കരച്ചിലിൻ്റെ വൃക്ഷമൊന്നുമില്ലേ? 1 ശമൂവേൽ 4:21 റിനിജ വായിച്ചാട്ടെ. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതുകൊണ്ട് അമ്മാവി അപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോധ് എന്ന് പേരിട്ടു. ശാലിനിയുടെ സംശയം മാറിയോ? വെരി ഗുഡ്. So Shalini get -1 mark. Right? So the second question, ഇത് ആക്ച്വലി 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇന്നൊരു ഭാഗം കൂടി ഉണ്ട്. Another 4 marks. അതും ശാലിനിക്ക് തന്നെയുള്ള ചോദ്യമാണ്. Alright? ഈഖാബോധിൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? ഫീനഹാസ്. ശരിയായ മറുപടിയാണ്. You get 4 marks. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ 4 മാർക്ക്. ആദ്യത്തേത് -1. രണ്ടാമത്തെ ചോദ്യത്തിന് +4. റൈറ്റ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു റോമി ജോൺ. ഏത് സ്ഥലത്ത് വെച്ചാണ് ജനം ദൈവസന്നിധിയിൽ ശൗലിനെ ഇസ്രായേലിനെ രാജാവാക്കിയത്? നെക്സ്റ്റ്. മാർക്കിംഗ് ആണോ ഇവിടെ? ഉത്തരം പറഞ്ഞ് തെറ്റിയാലും എന്തോ പാസ് ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ആരുത്തരം പറഞ്ഞ് തെറ്റിച്ചാലും എന്നെ തെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ -1 മാർക്ക് കൊടുക്കും. മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ഗൂഢാലോചന നടത്തി എന്നെ തെറ്റിക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് -1 മാർക്ക് നടത്തും. ഏസനല്ല. ഇല്ലെങ്കിൽ പാസ് എന്ന് പറയാം. നിർബന്ധമൊന്നുമില്ല. പാസ്. വളരെ നല്ല. ഗിൽഗാൽ എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ശൗലിനെ രാജാവാക്കിയത് ഗിൽഗാലിൽ വെച്ചാണ്. റൈറ്റ്. സോ നോബഡി ഗെറ്റ്സ് എനി മാർക്ക്. Am I right? And the third question now, the Old Testament round goes to റിനിജ. എന്തോ? റോമിയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഇനി റിനിജയാണ്. ഇനി അതും റോമിയെ കൊണ്ട് പറയിക്കണോ? പുള്ളി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആണോ? വല്ല വിരോധം വല്ലതും ഉണ്ടെങ്കിൽ? ഇല്ല. ഓൾറൈറ്റ്. വിശുദ്ധ ബൈബിളിൽ ഏത് പുസ്തകത്തിലാണ് ആദ്യത്തെ പെസഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുറപ്പാട്. എക്സാക്ട്ലി. സ്ട്രേറ്റ് അവേ 8 marks ഫോർ റിനിജ. ഓൾറൈറ്റ്. ഇത് റോമി കൊണ്ടുപോകേണ്ടതാണ്. ഓൾറൈറ്റ്. സോ ഹിയർ എൻഡ്സ് ദ ഫസ്റ്റ് റൗണ്ട്. ദാറ്റ്സ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. എങ്ങനെയാണ് മാർക്കിന്റെ നിലവാരം? Shalini gets 3. Yes, Shalini gets 3 marks. Romi nil. Romi is yet to score. Rinija 8. Rinija gets 8 marks. Very good.
Shall we go to the next round? New Testament round, it starts with Renija. ആദ്യമേ ശാലിനി ആയിരുന്നു, ഇനി റിനിജയ്ക്ക് അവസരം കൊടുക്കുകയാണ്. Good. The first question in the New Testament round. യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? കാനാവിൽ വെച്ച്. കാനാവ് ഏത് സ്ഥലത്ത് വെച്ചാണ്? ഏത് സ്ഥലത്താണ് കാനാവ് സ്ഥിതി ചെയ്യുന്നത്? അത് ചോദ്യത്തില്ല, എൻ്റെ ഉപചോദ്യമായിരുന്നു. കാനാവ് ഏത് ദേശത്തായിരുന്നു കാനാവ്? യെസ്, രണ്ടുപേരുണ്ട്. റോമി. ഗലീല. വെരി ഗുഡ്. റോമി ഓപ്പൺസ് ദ അക്കൗണ്ട്. അപ്പോൾ 4 മാർക്ക് റിനിജ. യെസ്, റോമിയും 4 മാർക്കിന് പകരം 3 മാർക്കാണ് ലഭിക്കുന്നത്. കാരണം 1.5 മിനിറ്റ് കിട്ടി ആലോചിക്കാൻ. ശാലിനി വിദഗ്ധമായിട്ട് -, മാർക്കിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. മറുപടി നൽകിയില്ലല്ലോ, ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷേ രണ്ടാമത്തെ ചോദ്യം റോമി തന്നെ പറയണം. ആർ യു റെഡി? യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാരിൽ തങ്ങളിൽ ആരാണ് വലിയവനെന്ന തർക്കം എത്ര പ്രാവശ്യം ഉണ്ടായി? സാധാരണ നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. സഭകളുടെ ഇടയിലും ആത്മീയരുടെ ഇടയിലൊക്കെ ആരാണ് വലിയവൻ? കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. കർത്താവിനോട് കൂടെ നടക്കുകയും ഈ തർക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എത്ര പ്രാവശ്യമാണ് ശിഷ്യന്മാർ ഇപ്രകാരം ഉണ്ടാക്കിയത്? 2 പ്രാവശ്യം. 2 പ്രാവശ്യം. ഉത്തരം വളരെ തെറ്റാണ്. യെസ് റിനിജ? 1 പ്രാവശ്യം. ഉത്തരം വളരെ തെറ്റാണ്. സോ -1. റോമിക്ക് -1, റിനിജയ്ക്ക് -1. ശാലിനി വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടുന്നു. ഒന്ന് പറഞ്ഞുകൂടെ? ഇല്ല. ദാറ്റ് ഈസ് 3 പ്രാവശ്യം. 3 പ്രാവശ്യം അവർ തർക്കിച്ചു. ഒരു ബസർ ക്വസ്റ്റ്യൻ. ഏറ്റവും അവസാനമായിട്ട് അവർ തർക്കിച്ചത് എപ്പോഴാണ്? യെസ് റിനിജ? പെസഹ സമയത്ത്, അവസാന അത്താഴ സമയത്ത്. കർത്താവിൻ്റെ ഇന്ന് തിരിച്ചറി രക്തമാണെന്ന് പറഞ്ഞിരുന്നു വാങ്ങിച്ച് കഴിച്ചിട്ട് അവിടെ വെച്ച് ചോദ്യം വന്നോട്ടെ എന്താ? ഞങ്ങൾ ആരാണ്? അപ്പോൾ ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങളെ കുറിച്ച് നമുക്ക് ഭയപ്പെടാറുണ്ടോ? ഇതെവിടെ വെച്ച് ആരംഭിച്ചു? കർത്താവിൻ്റെ സന്നിധിയിൽ പെസഹ വാങ്ങിച്ച് ഭക്ഷിച്ചിട്ട് ഇത് അവിടെ വെച്ച് ആരംഭിച്ച കാര്യമാണ്. തങ്ങൾ ആരാണ്? വലിയവൻ. സോ റിനിജ ഗെറ്റ്സ് ആക്ച്വലി how many marks? 3 marks. Second answer. 3 marks. She gets +3 marks. Now the last question. ഇതിൽ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ മാർക്കൊന്നുമില്ല. ആൻസർ പറഞ്ഞാൽ 4 മാർക്ക്, തെറ്റ് പറഞ്ഞാൽ -1. Are you ready? Yes. പുതിയ നിയമത്തിൽ ആത്മീയ വരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏത്? 1 കൊരിന്ത്യർ. എക്സാക്ട്ലി, 1 കൊരിന്ത്യർ. ധൈര്യമായിട്ട് പറയൂ. ബി ഹാപ്പി. സോ യു ഗെറ്റ് 8 മാർക്സ് സ്ട്രേറ്റ് അവേ. റൈറ്റ്? ഓക്കെ. വളരെ പ്രയാസമുള്ളൊരു ചോദ്യമാണ്. സോ ഹൗ ആർ ദ സ്റ്റാൻഡിങ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്? For Shalini, it's 8. Shalini gets 8 marks. For Romi, 2. Romi gets 2 marks. And for Rinija, 6. Rinija gets 6 marks. Bible Count 2020. വേർഡ് മെലഡി വേൾഡ് സമർപ്പിക്കുന്നു ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച് ഈണം പകർന്ന മലയാളക്കരയിലെ സുപ്രസിദ്ധ ഗായകർ ആലപിച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ. യഹോവയെ നാം വരവേൽക്കാം. മധു ബാലകൃഷ്ണന്റെ ആലാപന മാധുര്യത്തിൽ ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. വരവേൽക്കാം, നാം വരവേൽക്കാം, യഹോവയാം ദൈവത്തെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. ആഘോഷമായി ആനന്ദമായി ആർപ്പോടെ യാഹിനെ വരവേൽക്കാം. പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, പൂർവപിതാക്കന്മാർ പ്രവാചകവീരന്മാർ, അപ്പോസ്തലന്മാരൊപ്പം യഹോവയെ നാം വരവേൽക്കാം.
വിധു പ്രതാപിന്റെ വ്യത്യസ്തമായ ആലാപന ശൈലി കൊണ്ട് ഹൃദയസ്പർശിയായ ഗാനം. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. പ്രാർത്ഥിച്ചുപവസിച്ചനുതപിച്ചു ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ കഴുകിയൻ പാപങ്ങൾ യേശു തന്റെ രക്തത്താൽ വീണ്ടെടുത്തെന്നെ. യേശുവിന്റെ സ്നേഹത്താൽ പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം. പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. പരിശുദ്ധാത്മാവാൽ നിറച്ചെന്നെ ദൈവം. പരിശുദ്ധനായവൻ എന്നിൽ വസിച്ചു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു. ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. ആത്മസന്തോഷത്താൽ എന്നുള്ളം കവിഞ്ഞു. ആത്മനാഥൻ എന്റെ സാക്ഷ്യമായി തീർന്നു. യഹോവ നിന്നെ കൈവിടുകയില്ല, പുത്രനാം യേശു നിൻ കൂടെയുണ്ട് എന്ന ഗാനം കൂടുതൽ അർത്ഥവത്താകുന്നു KG മാർക്കോസിന്റെ ശബ്ദത്തിൽ. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ബലപ്പെടുക, ധൈര്യപ്പെടുക, ദൈവത്തിൻ പൈതലേ നീ ശക്തി ധരിക്ക. ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. ശക്തി ധരിക്ക, നീ ശക്തി ധരിക്ക, പരിശുദ്ധാത്മാവിൻ ശക്തി ധരിക്ക. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. യഹോവ നിന്നെ കൈവെടിയില്ല, പുത്രനാമേശു നിൻ കൂടെയുണ്ട്. M ഖാലിദിന്റെ ശബ്ദത്തിൽ ഏറെ ശ്രദ്ധേയമായ ഗാനം ജയം പാടാം നാം, ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന, ലഗിയോനെ പിളർക്കുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. സാത്താനെ ഛേദിക്കുന്ന, ലഗിയോനെ പിളർക്കുന്ന യഹോവയിൻ വാളിനാൽ നാം ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. ജയം പാടാം നാം, ജയം പാടാം, യഹോവയിൻ നാമത്തിൽ ജയം പാടാം. വിജയ് യേശുദാസ്, കെസ്റ്റർ, ഗായത്രി, സിത്താര, ഇമ്മാനുവേൽ തുടങ്ങിയവർ ആലപിച്ച മനോഹരങ്ങളായ ഗാനങ്ങൾ യഹോവയെ നാം വരവേൽക്കാം. ഓർക്കസ്ട്രേഷൻ ആൻഡ് മിക്സിംഗ് ആർ നോബിൾ, സ്റ്റുഡിയോ PH7, തിരുവനന്തപുരം. കേരളത്തിലെ എല്ലാ പ്രമുഖ ക്രൈസ്തവ പുസ്തകശാലകളിലും ലഭ്യമാണ്. കൂടാതെ ബൈബിൾ ടവർ കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. Bible Crown 2020. അടുത്തതായിട്ട് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടാണ്. നിങ്ങൾ കടന്നു വന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാം. പ്ലീസ് കം. ബെസ്റ്റ് ഓഫ് ലക്ക്. അവശേഷിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഗുഡ്. റെഡി? ഓ, സാൻഡി ഗെറ്റ്സ് നമ്പർ 1. റൈറ്റ്. വളരെ എളുപ്പമായ ചോദ്യമാണ്. Who gets number 2? Oh, Rinija. Who gets number 3? Automatically Romy. Right. So goes the first question. ആദ്യത്തെ ചോദ്യം. റെഡി? യെസ്. 5 മാർക്കാണ് ചോദ്യത്തിന്. വിശുദ്ധ ബൈബിളിൽ
ഒരു അധ്യായം മാത്രമുള്ള എത്ര പുസ്തകങ്ങളുണ്ട്? 4. 4 പുസ്തകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. -1 മാർക്കാണ് തരുന്നത്. ശാലിനി -1 മാർക്ക്. നിങ്ങൾ രണ്ടുപേർക്ക് മറുപടി ആർക്കെങ്കിലും അറിയാമെങ്കിൽ ബസർ പ്രസ് ചെയ്യാം. യെസ് മിസ്റ്റർ റോമി. ഒരു പുസ്തകവും ഇല്ല. ഒരു പുസ്തകവും ഇല്ല. ഒരധ്യായമുള്ള ഒരു പുസ്തകം പോലും വേദപുസ്തകത്തിലില്ല എന്നാണ് പ്രിയപ്പെട്ട റോമി പറയുന്നത്. അങ്ങനല്ലേ? എന്നെ ആകെ തെറ്റി. ഞാനൊരു ബൈബിൾ പരിഭാഷകനാണ്. 13 ഭാഷകളിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ അധ്യായമുള്ള ഒരു പുസ്തകം പോലും എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. പരിശോധിക്കണോ? വെൽ, ദ ആൻസർ ഈസ് റോങ്. റോമി ജോൺ ഗെറ്റ്സ് -1 മാർക്ക്. റിനിജയ്ക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടോ? നമ്പറൊന്നും ക്ലിയർ അല്ല. എന്തോ അറിയത്തില്ല. അറിയത്തില്ലെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. -മാർക്കിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള നല്ലൊരു സംരംഭമാണ്. ശാലിനി ഏതാണ്ട് അടുത്ത് വന്നു. ഒരവസരം കൂടെ തന്നാൽ മറുപടി പറയാം. നോ. അപ്പോൾ 2 പേർക്കും -1 മാർക്ക് ഈച്ച്. താങ്കൾ പറഞ്ഞ 4 പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ നോക്കട്ടെ. ഒരു മാർക്ക് കൂടെ തരാനോ പോന്നു. ഓബദ്യാവ്, യൂദ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അപ്പോൾ ഒരാളെ വിട്ടുകളഞ്ഞല്ലോ. ഫിലേമോൻ. അപ്പോൾ മാർക്ക് കൂടുന്നില്ല. -1 മാർക്ക് മാത്രം. റോമി എന്നെ തെറ്റിക്കാൻ ശ്രമിച്ചതിന് -5 തരേണ്ടത്. ഒരധ്യായമുള്ള പുസ്തകം ഏത് വേദപുസ്തകമാണ് വായിക്കുന്നത്? ബൈബിൾ സൊസൈറ്റി ബൈബിളാണോ അതോ വേറെ വല്ല? ഇന്ന് പോയി നോക്കണം കേട്ടോ. ഒരധ്യായമുള്ള 5 പുസ്തകങ്ങളുണ്ട്. ഓൾറൈറ്റ്. നൗ ഹു ഈസ് നമ്പർ 2? യെസ് റിനിജ. ഇതൊരു ഏകദേശ രൂപം പറഞ്ഞാൽ മതി. കൃത്യ നമ്പരൊന്നും പറയണം. ഏകദേശം ലോകത്തിലെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഖ്യയാണ്. വിശുദ്ധ ബൈബിളിൻ്റെ രചയിതാക്കൾ എത്ര പേരാണ്? റോമി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അടുത്ത ചാൻസ് റോമിക്കായിരിക്കും. 60 പരം തെറ്റായ മറുപടിയാണ്. -1 മാർക്ക് ഫോർ റിനിജ. റോമി 40 അധികം. ഈ പ്രാവശ്യം എന്നെ തെറ്റിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ശരിയായ മറുപടിയാണ്. 40 എഴുത്തുകാർ. എത്ര കൊല്ലം കൊണ്ടാണ് രചിച്ചത്? 1600. എക്സലന്റ്. 1600 വർഷങ്ങൾക്ക് കൊണ്ട് രചിച്ചതാണ്. എങ്കിലും ഒരധ്യായം മാത്രമുള്ള പുസ്തകമില്ല എന്ന് പറഞ്ഞത് മാത്രം ചില മോശമായിപ്പോയി. നെവർ മൈൻഡ്. സോ ഹി ഗെറ്റ്സ് 5 മാർക്സ്. റൈറ്റ്. ആൻഡ് നൗ നമ്പർ 3. ആരാ നമ്പർ 3? ഇത് രണ്ടാമത്തെ ചാൻസ് ആയിരിക്കുന്നതുകൊണ്ട് 4 മാർക്ക് മാത്രമേ ഉള്ളൂ. 4 മാർക്സ്. നൗ നമ്പർ 3. റോമി അഗെയിൻ. ദാൻ ഗോത്രത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യൻ ആരാണ്? പാസ് ആണ് ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യൻ. ഓക്കെ, പാസ്. യെസ് ശാലിനി. നോ ആൻസർ. പാസ്. യെസ് റിനിജ. ഷിംസോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഷിംസോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? ദാൻ ഗോത്രത്തിൽ. നിങ്ങളുടെ ചൂസ് ആൻഡ് ആൻസർ റൗണ്ടിലെ മാർക്കുകൾ. ശാലിനി ഗെറ്റ്സ് -1. ശാലിനി ഗെറ്റ്സ് -1. റോമി ജോൺ 3. റോമി ജോൺ ഗെറ്റ്സ് 3 മാർക്സ്. റിനിജ -1. റിനിജ -1. അതാണ് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടിലെ മാർക്കുകൾ. ബൈബിൾ ക്രൗൺ 2020. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്നും വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ദൈവാശ്രയവും ദൈവഭക്തിയും വളർത്തിയെടുക്കാൻ ഒരു ബൈബിൾ ചിത്രകഥാ സമാഹാരം. യേശുക്രിസ്തു. 12 വാല്യങ്ങൾ. മുതിർന്നവർക്ക് തങ്ങളുടെ കുഞ്ഞോമനകൾക്കായി വായിച്ചു കൊടുക്കാനും
ദൈവമാർഗം കാട്ടിക്കൊടുക്കാനും സഹായമാകുന്ന അവതരണം. ചിത്രകഥാ സന്ദർഭങ്ങൾ അവലംബമാക്കിയിരിക്കുന്ന വേദഭാഗങ്ങളും ഓരോ പേജിലും ചേർത്തിരിക്കുന്നതിലൂടെ വിശുദ്ധ സത്യവേദപുസ്തക വായന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആസ്വാദികരമാകാൻ സഹായിക്കുന്ന ഒരു ബൈബിൾ ചിത്രകഥാ സമാഹാരം. യേശുക്രിസ്തു 12 വാല്യങ്ങൾ. യേശുക്രിസ്തു ബൈബിൾ ചിത്രകഥാ സമാഹാരം ഇംഗ്ലീഷിലും ലഭ്യമാണ്. ക്രൈസ്റ്റ്. യേശുക്രിസ്തു ബൈബിൾ ചിത്രകഥാ സമാഹാരം തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻസ് വേർഡ് ടു വേർഡ് സെന്റർ, കൊഞ്ചിറ PO, വെമ്പായം, തിരുവനന്തപുരം. ഫോൺ 9495998555. ബൈബിൾ കൗണ്ട് 2020. അടുത്തതായിട്ട് നാം ബൈബിൾ ബമ്പർ റൗണ്ടിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഉത്തരം അറിയുമെങ്കിൽ പ്രസ്യ ബസർ. ആദ്യമായി ബസർ പ്രകാശിക്കുമ്പോൾ അവർക്കായിരിക്കും ഉത്തരം നൽകുവാനുള്ള അവസരം. റൈറ്റ്. ഫിലിസ്ത്യർ പിടിച്ചെടുത്ത യഹോവയുടെ പെട്ടകം എവിടെ നിന്നാണ് യെരുശലേമിലേക്ക് കൊണ്ടുവന്നത്? ഫിലിസ്ത്യർ പിടിച്ചെടുത്ത യഹോവയുടെ പെട്ടകം എവിടെ നിന്നാണ് യെരുശലേമിലേക്ക് കൊണ്ടുവന്നത്? മറുപടിയില്ല, ഉത്തരവില്ല. കിര്യത്ത് യെയാരീമിൽ നിന്ന്. 1 ദിനവൃത്താന്തം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാം. റൈറ്റ്. അടുത്ത ചോദ്യം. പെട്ടകം കൊണ്ടുവരുമ്പോൾ യഹോവ ഛേദിച്ചു കളഞ്ഞ വ്യക്തിയാര്? യെസ് ശാലിനി. ഉസ്സ. Answer is right and she gets 5 marks. Right? The next question. ദൈവത്തോടു കൂടി നടന്നു, ദൈവം അവനെ എടുത്തതിനാൽ കാണാതായി എന്ന് ബൈബിൾ പ്രതിപാദിക്കുന്ന വ്യക്തി ആരാണ്? യെസ് റിജ. ഹാനോക്ക്. ഉത്തരം വളരെ ശരിയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള ബസറിൻ്റേതായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ ആദ്യമേ തന്നെ ഞെക്കുക. ഞെക്കുമ്പോഴാണ് മറുപടി ലഭിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ 5 മാർക്കാണ്. ഫസ്റ്റ് ചാൻസ് ആൻഡ് ദ ഫസ്റ്റ് പാർട്ട്. അടുത്ത ചോദ്യം. ഹാനോക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടത് ഏത് പ്രായത്തിലാണ്? യെസ് മിസ്റ്റർ റോമി. 365. കൃത്യമായ പ്രായമാണ്. 5 marks ഫോർ റോമി. റൈറ്റ്. ശാലിക്ക് അറിഞ്ഞൂടായിരുന്നു? അറിയാമായിരുന്നു. ഞെക്കിയ തെറ്റിപ്പോയി. ഞാൻ കണ്ടപ്പോൾ പ്രസ് ചെയ്യുന്ന കണ്ടു. അത് വേഗത്തിൽ വേണം. അപ്പോൾ വീട്ടിൽ പോയി അല്പം പ്രാക്ടീസ് ചെയ്യണം. അടുത്ത റൗണ്ട് വരുവാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെച്ച് ഞെട്ടിക്കൊണ്ടിരിക്കണം. റൈറ്റ്. സോ ദേർ യു ഗോ. 3 ഇവിടെ ചോദ്യങ്ങൾ പൂർണ്ണമാകുന്നു. ബൈബിൾ കൗണ്ട് 2020. പിക്കി പിക്കി എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗോത്രമാണ്. കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 1.5 വർഷം മുൻപ് പിക്കി പിക്കി ഭാഷയിൽ തിരുവചനം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് ദോംബ്രി ഗോത്രത്തിൽപ്പെട്ട ചില സഹോദരങ്ങൾക്ക് അവരുടെ ഭാഷയിൽ ഈ തിരുവചനം ലഭിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഡോംബർ വർഗത്തിൽപ്പെടുന്നവരാണ്. ദോംബ്രി ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അവരൊക്കെയും സർക്കസ് കൂടാരങ്ങളിൽ കായികാഭ്യാസികളാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഭാഷ ആരംഭിക്കുവാൻ തക്കോണം ദൈവം മുഖാന്തരം വരും. പലപ്പോഴുമുള്ള ഒരു വലിയ പ്രയാസം, ഈ ഗോത്രങ്ങൾക്ക് ലിപിയില്ല. ഇതിലെ ജനങ്ങളെല്ലാം ചിതറിപ്പാർക്കുന്നവരാണ്. കായികാഭ്യാസികളായ സർക്കസ് കൂടാരങ്ങൾ പാർക്കുന്നവരായതുകൊണ്ട് സർക്കസ് കൂടാരങ്ങൾ മാറ്റി മാറ്റി പോകുമ്പോൾ ഇവരെല്ലാം അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അങ്ങ് താമസം ആരംഭിക്കും. അപ്പോൾ
1.5 ലക്ഷം 2 ലക്ഷം വരുന്ന ഈ ഗോത്രം ഛിന്ന ഭിന്നമായിട്ട് അവരുടെ ഭാഷയും അവരോടൊപ്പം ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വ്യക്തമായിട്ടുള്ള വ്യാകരണമില്ലാത്തത് കൊണ്ട്, അക്ഷരങ്ങളില്ലാത്തത് കൊണ്ട് ഇവരുടെ ഭാഷയ്ക്ക് ഒരു ഏകോപനമില്ല. ഒരേ കാര്യത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പാർക്കുന്നവർ പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ നടുവിൽ തിരുവചനത്തിനെ കുറിച്ച് അവർക്ക് അന്തർദാഹമുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിച്ച് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കുരിശെന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഗോത്രഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പെന്തിക്കോസ്ത് എന്ന് പറയുന്ന അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ ഭാഷയിൽ, അവരുടെ ഗോത്രത്തിൽ, അവരുടെ സംസ്കാരത്തിൽ ഇങ്ങനെയൊന്നും അവർ ഇതുവരെയും കേട്ടിട്ടില്ല. കാരണം ഒരു വരി പോലും അച്ചടിച്ച് അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ 9 ഭാഷകളിൽ ബലഹീന എന്നെ ദൈവമെടുത്ത് ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ അവസ്ഥയിൽ ഈ ഭാഷകളിൽ ആദ്യമായിട്ട് അവർക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. ആ വിശ്വാസികളുടെ ആഗ്രഹപ്രകാരം അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാനും യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനും തക്കതിനുമാണ് അവർ ഇപ്രകാരം ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയിട്ട് അവർ അപേക്ഷിച്ചത്. പല സ്ഥലങ്ങളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് അത് എല്ലാവർക്കും സ്വീകാര്യമായ പദങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് നൽകുവാൻ തക്കതിനുവണ്ണം വളരെയധികം പ്രയാസമുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് മുഖാന്തരമൊരുക്കി ആ ഡോംബർ ഗോത്രത്തിലെ വിശ്വാസികൾക്ക് ഇത് നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം കൃപ ചെയ്തു. ഇന്ത്യയിൽ ഇനിയും 200-ലധികം ഗോത്രങ്ങൾ അറിയുന്നവയും അറിയപ്പെടാത്തവയുമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സെൻസസിൽപ്പെടാത്ത ഒരുപാട് ഗോത്രങ്ങളുണ്ട്. അവിടെയൊക്കെയും വിശ്വാസികളുടെ ചെറിയ സമൂഹങ്ങളുമുണ്ട്. അവർക്കായിട്ട് ദൈവവചനം നൽകുവാൻ തക്കതിനുവണ്ണം ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുവാനും അനേകരെ എഴുന്നേൽപ്പിക്കുവാനും സഹായിക്കുന്നതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കും. അടുത്തത് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ബൈബിൾ എടുക്കുക, പറയുന്ന വേദഭാഗം വായിച്ച് തുടങ്ങുക എത്രയും പെട്ടെന്ന്, നിർത്തരുത്. ഞാൻ അവസാനം സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ബെല്ലടിക്കും, അതോടുകൂടി നിർത്താവും. അതിന് മുമ്പേ നിർത്തരുത്. റൈറ്റ്, റെഡി? ബൈബിൾ തുറക്കരുത്, അടച്ചു വെക്കുക. ഷുഡ് ബി ലൈക്ക് ദിസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല, ഇറ്റ് ഹാസ് ടു ബി ക്ലോസ്. റൈറ്റ്? മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം. ആയിരം ആട്ടുകുറ്റന്മാരിലും 10,000 തൈല നദികളിലും യഹോവ പ്രസാദിക്കുമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ നല്ലത് എന്തെന്നാ അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ആൻസർ വെരി റൈറ്റ്. കൃത്യമായ വേദഭാഗമാണ്. ശാലിനിക്ക് 6 മാർക്ക് ലഭിക്കുന്നു. റെഡി? ബി റെഡി ഫോർ ദ സെക്കൻഡ്. ബൈബിൾസ് ഇൻ യുവർ ഹാൻഡ്സ്. റൈറ്റ്? മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും ധാരാളം ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് തുല്യമായി 2 നാണയങ്ങൾ ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത്, ശരിയായ മറുപടിയാണ്. ഉടൻ വായിച്ചു തുടങ്ങണം, എടുത്തിട്ട് കാര്യമില്ല. ശാലിനി ആദ്യമേ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മൈക്ക് കയ്യിൽ നിന്ന്. ഉടൻ ചാടി വീണും മൈക്കെടുത്തു, വീണ്ടും വായന തുടങ്ങി. അപ്പോഴേക്കും റിനിജ ആരംഭിക്കാൻ തുടങ്ങി. സോ ദ മാർക്സ് ഗോസ് ടു ശാലിനി. ഷീ ഗെറ്റ്സ് 6 മാർക്സ്. അവസാനത്തിൽ അവിടെ മനസ്സിലായില്ല ഇവിടെ തെറ്റുപറ്റിയെന്ന്. ശാലിനി സൂക്ഷിച്ചുകൊണ്ട് അവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ബാക്കി 2 പേരും. അവർക്ക് 2 പേർക്കും ആ ഭാഗം കിട്ടിയതാണ്.
റൈറ്റ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷ്യമാകും. അത് ഒരു രക്ഷയില്ല. സോ ശാലിനി ഗെറ്റ്സ് അനദർ 6 marks. റൈറ്റ്. യെസ്, ശാലിനി ബൈബിൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. റൈറ്റ്. അങ്ങനെ ബൈബിൾ ബമ്പർ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ആ റൗണ്ടിൽ ലഭിച്ച മാർക്കുകൾ ഇപ്പോൾ അറിയിക്കുന്നതുമാണ്. Shalini gets 23. Shalini gets 23 marks. Romy John 5. Romy John gets 5 marks. And Rinija 5. Rinija 5. Now the total. ഇവിടെ ഈ 3 മത്സരാർത്ഥികൾക്കും ക്യാഷ് പ്രൈസാണ് നൽകുന്നത്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഇതൊരു പ്രോത്സാഹനം മാത്രമാണ്. അടുത്ത സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലുപരിയായ സമ്മാനമാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ ഇരട്ടിയാകാം, ചിലപ്പോൾ 60, പക്ഷേ ഇതല്ല, ഇതിലൊക്കെ ഒരുപാട് കൂടുതലാകും. 2 പേരാണ് ഈ റൗണ്ടിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഓക്കെ, യാ. താങ്ക് യു. ടെൻഷനുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. സത്യം തുറന്ന് പറഞ്ഞു അല്ലേ? സോ ശാലിനി ഗെറ്റ്സ് 33 marks. ഫസ്റ്റ് പ്രൈസ്. ടെൻഷൻ മാറി. റിനിജ ഗെറ്റ്സ് 18 marks. തേർഡ് പ്രൈസ് റോമിക്കാണ് 10 മാർക്ക്. ഒരു പരിശ്രമം ആവശ്യമാണ്. അറിയാവുന്ന ചില കാര്യങ്ങൾ പറയാൻ സാധിച്ചു അല്ലേ? യു വിൽ മോർ പ്രാക്ടീസ്. So Shalini and Rija goes to the next stage. Congratulations. Good. Thank you. അടുത്തതായിട്ട് സമ്മാനദാനമാണ്. ദയവേത് മുൻപോട്ട് വന്ന് നിങ്ങളുടെ സമ്മാനങ്ങൾ കൈപ്പറ്റും. കൺഗ്രാജുലേഷൻസ്. സന്തോഷമായോ? യെസ് റിനിജ, ബുദ്ധിമുട്ടി വന്നതിൽ പ്രയാസമില്ലല്ലോ. കൺഗ്രാജുലേഷൻസ്. ഗുഡ്. ട്രൈ അഗൈൻ മാൻ. Good. God bless. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് സജ്ജി, റീന, സൂസൻ ആൻഡ് ജോയൻ. ബൈബിൾ ക്രൗൺ 2020. തിരുവചനത്തിന്റെ മഹത്വവും മനോഹരത്വവും ഭൂമിയിൽ വിളംബരം ചെയ്യുന്നതിനായി ലീന റീസ കുടുംബം ബൈബിൾ ക്രൗൺ 2020 പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്നു.